എന്താണ് സംഭവിച്ചത്? നമ്മൾക്ക് നിലപാടിൽ വ്യത്യാസമുണ്ടായില്ല എന്നതാണ്. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. നിലപാട് വ്യത്യാസപ്പെടുത്തിയാൽ ഇതൊന്നും വേണ്ടിയിരുന്നില്ല. നിലപാട് വ്യത്യാസപ്പെടുത്തിയിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ മുഅ്മിൻ എന്ന ദറജയിലേക്ക് കയറുമായിരുന്നു. അതേ സമയത്ത് നമ്മൾ മുഅ്മിൻ എന്ന ദറജയിലേക്ക് തന്നെ കയറിയോ എന്ന് ഡൗട്ട്. നിലപാട് മാറ്റിയിട്ടുണ്ടെങ്കിൽ മുഅ്മിൻ എന്ന ദറജയിൽ എത്തിയിരുന്നു. അതാണല്ലോ ദറജ. അദ്ദറജത്തുൽ ഉലിയ, ഏറ്റവും വലിയ ദറജ ദറജത്തുൽ മുഅ്മിൻ. ദറജത്തുൽ സ്വായിം അല്ല, ദറജത്തുൽ മുസല്ലി അല്ല, ദറജത്തുൽ ഹാദ് അല്ല, ദറജത്തുൽ മുസക്കിയും അല്ല, ദറജത്തുൽ മുഅ്മിനാണ്. അത് കിട്ടിയെന്ന കാര്യത്തിൽ ഉറപ്പില്ല. എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പാണ്. എന്തുകൊണ്ട്? നിലപാട് വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. ഒരു റക്അത്ത് തറാവീഹ് നിസ്കരിക്കേണ്ടിയിരുന്നില്ല, വേണ്ടിയേയില്ല. ഇതൊക്കെ മൂഢന്മാരുടെ പണികളാണ്. പരക്കപ്പന്തീരായിരത്തിൽ നടക്കുന്ന മൂഢന്മാർ, അവരുടെ പണിയാണ് തറാവീഹിന് വേണ്ടി പായുക എന്നുള്ളത്. ഇത് ഇത്ര വലിയ കാര്യമാണെങ്കിൽ റമദാൻ 2 മുത്ത് മുഹമ്മദ് മുസ്തഫാക്ക് ഹിജ്റ 2 നോമ്പ് ഫർളായിട്ടുണ്ടല്ലോ. എന്തേ തറാവീഹ് സംഘടിപ്പിച്ചുകൂടായിരുന്നു? ഒറ്റയും തെറ്റയുമായി അവിടെയും ഇവിടെയും ഔസാഅൻ മുതഫരിഖ, അവിടെയും ഇവിടെയും 1 2 ആൾ, ഒരാൾ 2 ആൾ, അങ്ങനെയൊക്കെ ചെയ്തിരുന്നതാണ് തറാവീഹ്. ഇന്നത്തെ ഒരു ഭംഗിയുള്ള ഒരു വിധം നബിയുടെ കാലത്തില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്ത ഫി അയ്യാമി അബൂബക്കറിൻ, അബൂബക്കറിന്റെ കാലത്തും ഇല്ല റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബാണ് ഇതൊരു കോലത്തിലാക്കിയത്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കഴിഞ്ഞുപോയ തറാവീഹാണ് ഏറ്റവും വലിയ കാര്യമെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യേണ്ടിയിരുന്നത്? അതൊന്നും ചെയ്തിട്ടില്ല. അത് തെറ്റാണെന്നല്ല, അത് ഏറ്റവും വലിയ ശരിയാണെന്ന് വിചാരിക്കുന്ന മൂഢന്മാരാണ് നമ്മൾ. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. നമ്മൾ നിലപാട് മാറ്റിയാൽ മുഅ്മിനായി. മുഅ്മിനീങ്ങളോടാണ് നോമ്പ് വിൽക്കാൻ പറഞ്ഞു, നമ്മൾ മുഅ്മിനാണോ? യാ അയ്യുഹല്ലദീന, നാട്ടുകാരെ കുത്തിബ അലൈക്കുമുസ് സിയാം എന്നല്ല ആയത്ത്. യാ അയ്യുഹല്ലദീന, അങ്ങനെ മുഅ്മിനീങ്ങളെ, നമ്മളെ മുഅ്മിനീങ്ങളെ സ്ഥാനത്തിറക്കി ചെയ്തതാണത്. ബാധ്യതയല്ലേ, ചെയ്യാതിരിക്കണ്ട. പക്ഷെ മുഅ്മിനാണോ? അറിയും, നീ തന്നെ അറിയും നിലപാട് മാറ്റാൻ. അപ്പം നമുക്ക് ശഅബാൻ പോലത്തെ ഒരു ശവ്വാലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റമളാനിൽ ഒരു മാറ്റം ഉണ്ടായില്ല, അതുണ്ടാകാനും പോകുന്നില്ല. 1000 റമളാൻ കിട്ടിയാലും നമ്മൾ നന്നാവില്ല. എന്തുകൊണ്ട്? അമലുകൾ നമ്മളെ ചതിച്ചു. നമ്മൾ കമ്പ്യൂട്ടറിൽ കയറ്റിയാണ് കണക്ക്. ഒരു കൊല്ലത്തെ നോമ്പ്, അക്കൊല്ലത്തെ റമളാന്, തറാവീഹ്, അപ്പം നമ്മൾ കണക്ക് കമ്പ്യൂട്ടർ കയറ്റാണ്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താ നമ്മൾ പ്രശ്നം? ഒരുപാട് വ്യത്യാസമില്ല. ഇതൊന്നും വേണ്ട. ഇതിനാണിതൊക്കെ സുന്നത്തെന്നാൽ ചോദ്യമില്ല, ചോദ്യം തന്നെ ഇല്ല. ചെയ്താൽ കൂലി കിട്ടും, ചെയ്തില്ലെങ്കിൽ കുറ്റമില്ല. ഇതിനാണ് സുന്നത്ത് അറിയാം. ചെയ്താൽ കൂലി കിട്ടും, ചെയ്തില്ലെങ്കിൽ കുറ്റമില്ല. ഈമാനോ ഇല്ലെങ്കിലോ കഴിഞ്ഞ്. തറാവീഹ് ഇല്ലെങ്കിലും ഒരു ചുക്കും വരാനില്ല. തറാവീഹ് ഇല്ലെങ്കിലോ ഒരാൾ ഒരു തറാവീഹും നിസ്കരിച്ചില്ല, നല്ലതാണ്. ഒരാൾക്കൊരു അണുമണി തൂക്കിയെങ്കിൽ ഈമാൻ ഉണ്ടാക്കിയില്ല, എന്നാ നഷ്ടം. കഴിഞ്ഞ് നഷ്ടം. ചിന്തിക്കണം. ഈമാനില്ലാതെ നിസ്കരിച്ചവരിൽ വന്ന ആയത്താണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കാത്തവരിൽ വന്ന ആയത്തല്ല, ഈമാനില്ലാതെ നിസ്കരിച്ചവരിൽ വന്ന ആയത്താണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ. മനസ്സിലാക്കണം. ഈമാനില്ലാതെ നിസ്കരിച്ചു അവരിൽ വന്ന ആയത്താണ്.
ഈമാനുണ്ട്, പക്ഷെ നിസ്കരിച്ചില്ല. അവരെ പറ്റിയുള്ള ആയത്തല്ലേ. അതാണ് ദി ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഖുർആനിൽ അവസാനം നിസ്കാരത്തെ പറ്റി പറഞ്ഞത് ഈമാനില്ലാതെ നിസ്കരിക്കുന്നവരെ പറ്റിയാണ്. ഈമാൻ എന്താ? ഈമാൻ കായ മുഴ ഒന്നുമല്ല. ഈമാൻ ഒരു നിലപാടാണ്. حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله حق لا إله إلا الله حسبي ربي جل الله അവസ്ഥകൾ മാറിയും മറിഞ്ഞും കൊണ്ടിരിക്കും. എപ്പോഴും മാറും മറിയും. അത് പഠിക്കണം. അവസ്ഥകൾ ഇങ്ങനെ മാറി മറിഞ്ഞും ഇരിക്കും. അത് പഠിക്കണം. ചിലപ്പോട്ട് ഒന്ന് അവസ്ഥകൾ എന്ത് വരും? അവസ്ഥകൾ ചിലപ്പോൾ മാറും, പക്ഷെ നിലപാടൊന്നാണ്. നിലപാടൊന്നാണ്. طب سعي بالأمل لست والله بالكسل غايتي نيل الطلب لا أبالي بالتعب أبتني البيت الحسن بنظام للسكن ولقوت أذهب لست يوما ألعب كل يوم أطمع لطعامي يشبع فإذا جاء المطر كان لي بيتي مقر سعي بالصغر ونظامي بالكبر إنني نعم المثل باجتهادي في العمل. ഉറുമ്പിൻ്റെ ആത്മകഥമാണ് ഈ ബൈത്ത്. ഇതൊരു ഉറുമ്പിൻ്റെ ആത്മകഥമാണ്. വേനലും വർഷവും ഉണ്ടാവും, പക്ഷേ എൻ്റെ നിലപാടിൽ മാറ്റമില്ല. എൻ്റെ നിലപാട് അധ്വാനമാണ്. ഞാൻ എന്നും അധ്വാനിക്കും. അധ്വാനം എന്നത് എൻ്റെ നിലപാടാണ്. അതിൽ വർഷവും ചിലപ്പോൾ വേനലൊക്കെ ഉണ്ടാവും, പക്ഷേ ഉബാലി ബിത്താബ്, അധ്വാനം എനിക്ക് പ്രശ്നമില്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പഠിച്ചൊരു ബൈത്താണത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പഠിച്ചതാണ്. കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് ഒരു പക്ഷേ ഞാൻ ഈ ബൈത്ത് പഠിച്ചത് 1986 എൻ്റെ ഓർമ്മ. അതായത് ഉറുമ്പിൻ്റെ ആത്മകഥമാണ്. എന്താ ഉറുമ്പ് പറയുന്നത്? ലാ ഉബാലി ബിത്താബി, എനിക്ക് അധ്വാനം എനിക്കൊരു പ്രശ്നമല്ല. എൻ്റെ നിലപാട് അധ്വാനമാണ്. ഉറുമ്പുകൾ കിടന്നുറങ്ങണ ആരെയും കണ്ടിട്ടുണ്ടോ? ഉറുമ്പുകൾ കിടന്നുറങ്ങണ കണ്ട ആളുകൾക്ക് പ്രത്യേക അവാർഡ് കൊടുക്കും? ഒരിക്കലില്ല. അധ്വാനിച്ചുകൊണ്ടിരിക്കും. ഒരു പണിയെടുക്കാതെ ഉറുമ്പുണ്ടാവില്ല. അതവരുടെ നിലപാടാണ്. അതിൽ വേനലില്ല, വർഷമില്ല. അതിന് വസന്തവും ഹേമന്തവും ഗ്രീഷ്മവും ശിശിരവും ഉറുമ്പിനില്ല. ഉറുമ്പിൻ്റെ നിലപാട് അധ്വാനാണ്. وليقوت أذهب لست يوما ألعب ഞാൻ ഭക്ഷണത്തിന് വേണ്ടി പുറപ്പെട്ടു പോകും. ലസ്തു യൗമൻ അൽഅബു, ഞാൻ ഒരു ദിവസവും കളിക്കുകയില്ല. ഒരു ദിവസം കളിക്കൂല. ഞങ്ങൾ ഈ ഓടുന്നതും ചാടുന്നതും നിങ്ങൾ കാണും. അത് ഞങ്ങളുടെ കളിയല്ല, അത് ഞങ്ങളുടെ വിനോദമല്ല, അത് ഞങ്ങളുടെ ഭക്ഷണത്തിനുള്ള അധ്വാനമാണ്. ഒരു ദിവസം ഞങ്ങൾ കളിക്കൂല. നിലപാടാണ് മാറേണ്ടത്. നിലപാടാണ്. നമ്മൾ നിലപാട് മാറിയില്ല, അതുകൊണ്ട് നമ്മൾ മുഅ്മിനാവൂല. മുമ്പ് നമ്മളോട് പറഞ്ഞല്ല, പിന്നെ നമ്മൾ തുഫൈലുകളായി നോറ്റതാണ്. നമ്മൾ മുഅ്മിനാണെങ്കിലല്ലേ നോമ്പത്തോട് കൊണ്ടുപോകും. ഇപ്പോൾ ഒരു 10-11 മാസം ഉണ്ടാവുമല്ലോ നോമ്പിന് വേണ്ടി. അതുകൊണ്ടാണ് ഇതിപ്പോൾ പറയുന്നത്. അപ്പോഴത്തെ നിങ്ങൾ മറക്കും. നമ്മളോട് പറഞ്ഞിട്ടില്ല നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനി പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്.
ഇനി ഇത് 11 മാസം ഞാൻ പറയില്ല, പിന്നെ ഞങ്ങൾ മറക്കും. യായുല്ലദിനാമനു കുത്തിബ അലൈക്കും സിയാമു എന്ന് പറയുമ്പോൾ നമ്മളോട് നോമ്പ് നിർബന്ധമായിട്ടുണ്ടാവും വിചാരിച്ചിട്ട് അടുത്ത കൊല്ലങ്ങളും ഞാൻ നോമ്പ് വെൽക്കും. നമ്മൾ മോമിനാണോ? ഈമാനൊരു നിലപാടാണ്. നമുക്ക് നിലപാടില്ല. എന്തേലും പാടില്ല. ഈമാനൊരു നിലപാടാണ്. ഈമാൻ നിസ്കാരമല്ല, ഈമാൻ ഒരു നിലപാടാണ്. നിസ്കാരം അമലാണ്, നോമ്പ് അമലാണ്, ഈമാൻ നിലപാടാണ്. നമുക്ക് നിലപാടുണ്ടോ? നമുക്ക് എന്താ നിലപാട്? വളരെ വളരെ നിലപാടുണ്ടെങ്കിൽ നമ്മൾ ഈ നോമ്പിന് നിലപാട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ, ഒരു നിലപാടുണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ, വീഡിയോ ഒഴിവാക്കി ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ സിഗരറ്റ് വലിക്കൂല, ഇതൊരു നിലപാടിലെത്തി. ഒരു നോമ്പ് ലാഭമാണ്, ഒരു നോമ്പിൽ ലാഭമുണ്ടായി. എന്ത്? പുകവലി വർദ്ധിച്ചു. നോമ്പിനെ നിലപാടെടുത്തു, ഇല്ല ഇനി ഞാൻ മൊബൈൽ നോക്കൂല, ഇനി ഞാൻ സോഷ്യൽ മീഡിയയിൽ മാന്തൂല, ഒരു നിലപാടാണ്. റമദാനിലല്ല, റമദാന ഫലാഫിയ വൈരി, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇനി മാന്തൂല. അപ്പം അതൊരു നിലപാടാണ്. ഓ, നിലപാടെടുത്തു, ഒരു നോമ്പ് ലാഭമാണ്. ഞാൻ അള്ളാഹുവിന് പൊരുത്തല്ലാത്ത ഒന്നും ചെയ്യൂല. ഒരു നിലപാടെടുത്തു, ഞാൻ എൻ്റെ ജീവിതത്തിൽ അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത ഒന്നും ചെയ്യും. ലക്ഷ്യം അള്ളാഹിൻ്റെ പൊരുത്താണ്, നോമ്പല്ല. നോമ്പിൻ്റെ ലാഭം വത്തക്കയാണ്. നോമ്പിൻ്റെ ലാഭം വത്തക്കയാണ്. വത്തക്ക നോമ്പ് എന്ന് പറയാം നമ്മുടെ നോമ്പിനെ പറ്റി. വത്തക്ക നോമ്പാണ് നമ്മളെ പരിപാടി. എന്ത് നിലപാടാണ് എനിക്ക് നോമ്പുകൊണ്ടുണ്ടായത്? എന്ത് നിലപാടാണ് നിനക്ക് നോമ്പുകൊണ്ടുണ്ടായത്? സ്വർഗം കിട്ടില്ല. സ്വർഗം ഒന്നും ചെയ്യാത്ത അമുക്കിന് കിട്ടൂലട ചങ്ങായി, അന്തല്ലാത്ത അമുക്കൻ. ലം യഅമൽ ഹസനത്തൻ ഖത്തു, ജീവിതത്തിൽ ഒരു നന്മ ചെയ്യാത്തവനും അല്ലാഹു തആല സ്വർഗം കൊടുത്തേക്കാം. അങ്ങനെ തന്നെയല്ലേ അനക്കും ഹസ തന്നേക്കാം, ഓനും കൊടുത്തേക്കാം. ഇത്രയല്ലേ ഉള്ളൂ. ഇത്രയങ്ങാഴ്ച നോമ്പൊറ്റ സ്വർഗം കിട്ടാൻ. സ്വർഗം നല്ലോർക്ക് കൊടുക്കണതല്ല, നല്ലോർക്കും ചീത്തോർക്കും കൊടുക്കണതാണെന്നോ സ്വർഗം. അന്തല്ലാത്തവനെ. എന്നെപ്പറ്റി ആകെ പറയണ കുറ്റം മുന്നിലെത്തിയ ആളുകളെ ചീത്തറിയുന്നതാണ്. സൗകര്യമുള്ളവർ വന്നാൽ മതി, വാജിബില്ല. ഞാൻ ഇന്നെങ്കിലും നിങ്ങൾ കുറച്ച് ആൾ കുറേന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഇന്നും നിങ്ങൾ വന്നു. അല്ല, അങ്ങനെ നല്ലിരിക്കണല്ലോ. അപ്പം നിങ്ങൾ ഇന്ന് വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചു. ഇന്നും നിങ്ങൾ വന്നു. തല കൊടുത്തിട്ട് ചിന്തിച്ചോ, തല കൊടുക്കുക. സ്വർഗം പറയണ സൗകര്യം നീ പറഞ്ഞു. സ്വർഗം നല്ലോർക്കും ചീത്തോർക്കും കൊടുക്കണതാണ്. എന്ത് സ്വർഗം ചങ്ങായി? സ്വർഗം റബ്ബിൻ്റെ അത്വ ആണ്, അവൻ്റെ കൊടുതിയാണ്. നല്ലോർക്കും കൊടുക്കും, ചീത്തോർക്കും കൊടുക്കും. അവൻ വിചാരിച്ചാൽ വിചാരിച്ചോർക്കും കൊടുക്കും. നല്ലോർക്കും കൊടുക്കും, ചീത്തോർക്കും കൊടുക്കും. ഇപ്പം ചെയ്യുന്ന നോമ്പോറ്റ്. എൻ്റെ നോമ്പിൻ്റെ പേര് ബത്തക്ക നോമ്പ് എന്ന്. ബത്തക്ക തിന്നാനുള്ള ധാർമ്മികമായ അവകാശത്തിന് വേണ്ടി ചെക്കളിയാണ് എൻ്റെ നോമ്പ്. അങ്ങനെ സാധനം പ്ലേറ്റിലാക്കി സമൂഹത്തുറയിലൊക്കെ കണ്ടിട്ടില്ലേ? ബത്തക്ക മറ്റേ കുമ്പളം, എന്താ പറയുക, പൈനാപ്പിള്, അതൊക്കെ വെട്ടി ഇങ്ങനെ വെക്കുമ്പോൾ ആ ധൈര്യത്തിൽ അവകാശത്തിൽ അവിടെ പോയാണ്ട് ഇരുന്ന് ഒരവകാശം. 4 കെട്ടിലാണ് എൻ്റെ ഓർമ്മ. എം ടി വാസുദേവൻ എന്നായ 4 കെട്ടിൽ എന്നൊരു നോവലുണ്ട്. അപ്പോൾ അതിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടീൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോൾ ഇങ്ങനെ ടൈലർ ഇങ്ങനെ മെഷീൻ ചവിട്ടിയിട്ട് കുപ്പായം അടിക്കണത് ഇങ്ങനെ കാണും. അപ്പോൾ അത് കണ്ടു നിൽക്കാൻ വേണ്ടി കുട്ടിക്ക് വലിയൊരു പൂതിയാണ്. അപ്പോൾ അവിടെ നിൽക്കണ്ടാൽ ടൈലർ ആട്ടും, പോയിട അവിടുന്ന്. അങ്ങനെയാണ് ഒരു ദിവസം അവൻ്റെ കുപ്പായം തുന്നാൻ വേണ്ടി അമ്മ ടൈലർ ഏൽപ്പിച്ചത്. അപ്പം അവിടെ ഇരുന്നു. എന്തുകൊണ്ട്? ഇന്നെനിക്ക് നോക്കിയിരിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്നതുപോലെ നമുക്കിപ്പോൾ ബത്തക്കൻ്റെ ആ പ്ലേറ്റിൻ്റെ മുന്നിൽ നമ്മൾ ഇരുന്നു. എന്തുകൊണ്ട്? ഇവിടെ ഇരിക്കാൻ നമുക്ക് അവകാശമുണ്ട്. സ്വർഗം നോമ്പേർക്കല്ല കൊടുക്കുക. അള്ളാഹു വിചാരിച്ചവർക്ക് കൊടുക്കും, ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവർക്ക് കൊടുക്കും, വിചാരിച്ചവർക്കും കൊടുക്കും. ഒക്കെ അള്ളാഹിന് സ്വന്തമാണ്.
എന്തിനെങ്ങനെ സ്വർഗം കിട്ടുന്ന നോമ്പോറ്റ്? സ്വർഗം കിട്ടാൻ നോമ്പ് എടുക്കേണ്ട ആവശ്യമില്ല, നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും പുറത്ത് പറയരുത്, ഇത് സ്വകാര്യ. മനസ്സിലാകെ പറഞ്ഞത് മനസ്സിലാവേണ്ട പറഞ്ഞത് നിങ്ങൾ ചിത്തൊക്കെ സത്യമാണ് ഈ പറയണത്. എന്തിനാ നോമ്പോറ്റ്? റബ്ബിൻ്റെ പൊരുത്തത്തിനാണ്. അപ്പം ജയിച്ചു, അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ ജയിച്ചു. അതിൻ്റെ ലാഭത എന്താണ്? എന്താ നോമ്പിൻ്റെ യഥാർത്ഥ നോമ്പിൻ്റെ ലാഭം റബ്ബിൻ്റെ പൊരുത്താണ്. യഥാർത്ഥ നിസ്കാരത്തിൻ്റെ ലാഭം റബ്ബിൻ്റെ പൊരുത്താണ്. യഥാർത്ഥ സ്വതക്കയുടെ ലാഭം റബ്ബിൻ്റെ പൊരുത്തമാണ്. സ്വതക്കൊക്കെ പല ലാഭമുണ്ട്. ഞങ്ങൾ പള്ളിക്കലും ഒക്കെ എപ്പോഴും സ്വതക്ക കൊടുത്തു നോക്കാം. എന്നാൽ പള്ളിയിൽ എന്തെങ്കിലും പരിപാടി തുടങ്ങുകയാണെങ്കിൽ ഇജ് വരാൻ കാത്തുക്കും. അതാണ് എൻ്റെ ലാഭം. പ്രസിഡന്റ് വന്നിട്ടില്ലെങ്കിൽ വേണ്ടില്ല, ഇജ് വരാൻ കാത്തു. പള്ളിൻ്റെ ഒരു മൂത്തരപ്പരൻ്റെ പണി തുടങ്ങുകയാണ് എങ്കിൽ ഏത് കാര്യത്തിലും പള്ളിക്ക് സ്വതക്ക കൊടുക്കുന്ന ആളാണെങ്കിൽ, ആഴ്ച ഗൾഫിലുള്ള ആഴ്ചയാണെങ്കിൽ തലേന്ന് സെക്രട്ടറി വിളിക്കും. അല്ല കുഞ്ഞോ അവിടെ ഉണ്ടോ? ആ ഉണ്ട്. രാവിലെ 8 മണിക്കാണ് മൂത്രം ഭാഗത്ത് നന്നാക്കണ തറക്കല്ലിട. ആയിക്കോട്ടെ, അപ്പോൾ ഇജ് വരണം, ഞങ്ങളെല്ലാവരും ഇജ് വരാൻ കാത്തിരിക്കണം. ആയിക്കോട്ടെ. പ്രസിഡന്റ് വരാൻ നേരം വയ്ക്കാലും ഇജ് വന്നാൽ തറക്കല്ലിടും. എന്തുകൊണ്ട്? അതെൻ്റെ സദക്കൻ്റെ ലാഭമാണ്. അള്ള സ്വീകരിച്ച സദക്കൻ്റെ ലാഭമല്ല, ഇജിപ്പോൾ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ലാഭമാണ്. അങ്ങനെ കൊടുക്കണോനായതുകൊണ്ടാണ് എന്നെ കാത്തിരുന്നത്. പ്രസിഡന്റിനെ കൊണ്ട് അങ്ങനത്തെ ഒരു ഉപകാരമല്ല. മൂപ്പർ അവിടെ ഉണ്ടാക്കിയ പഴംപൊരിയും ചായയും മുണങ്ങിപ്പോകുന്നല്ലാതെ ₹1 മൂപ്പര് സദക്ക കൊടുക്കൂല, ഇജ് കൊടുക്കൂ. അതുകൊണ്ട് ഒരു 25 ചാക്ക് സിമൻ്റ് എന്നെ കാത്തിരിക്കണുണ്ട്. ഇജ് വന്നിട്ടേ തങ്ങൾ തറക്കല്ലിടാം, തങ്ങളെ പറ്റി സമ്മതിക്കുള്ളൂ. തങ്ങൾക്ക് ധൃതിയാണെങ്കിലും കുഞ്ഞു വന്നിട്ടില്ല അറിയും, ഓൻ വന്നിട്ട് തറക്കിട്ടാൽ മതി. എന്തേ? അതെൻ്റെ സ്വതക്കൻ്റെ ലാഭമാണ്. എൻ്റെ കാട്ടിക്കൂട്ടുന്ന സ്വതക്കൻ്റെ ലാഭം, എൻ്റെ കാട്ടിക്കൂട്ടുന്ന നോമ്പൻ്റെ ലാഭം 10 അതിൻ്റെ കാട്ടിക്കൂട്ടുന്ന നിസ്കാരത്തിൻ്റെ ലാഭമാണ് എനിക്ക് പെണ്ണിട്ടിയത്. 5 കയ്യും കാലും മോവൊക്കെ ഒന്ന് കഴുകുമോ? ആ കഴുകും. ഓ, എന്നാൽ പിന്നെ പെണ്ണ് കൊടുക്കുക. ഓ, അപ്പോൾ നിസ്കരിച്ചതിൻ്റെ ലാഭം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പൊരയിലുള്ള ഓള കാരണമാണ്. ആ ഓള് എൻ്റെ നിസ്കാരത്തിൻ്റെ കാരണമാണ്. എനിക്ക് കിട്ടിയ 10 എൻ്റെ നോമ്പിൻ്റെ കാരണമാണ്. എന്നെ പ്രസിഡന്റും സെക്രട്ടറിയും കാത്തിരുന്നത് എൻ്റെ സദക്കൻ്റെ കാരണമാണ്. എന്നാൽ യഥാർത്ഥ നോമ്പിൻ്റെ ലാഭത്തൊന്നുമല്ല, അത് റബ്ബിൻ്റെ പൊരുത്ത. റബ്ബിൻ്റെ പൊരുത്തുണ്ടെങ്കിലോ അടിമുടി മാറും. അത് മുസ്തഫയിൽ ലയിച്ചിട്ട് നബി നിന്നിലൂടെ മുളച്ചു വരുന്നതിനാണ്. അതാണ് സുന്നത്ത്. ഓൻ തെറ്റ് ചെയ്യൂലേ? ചെയ്യും. ചെയ്തൂടെ? മാഴ്സിൻ നബിയിൽ ലയിച്ചോനല്ലേ? ലയിച്ചു. എന്നിട്ട് തെറ്റിയതിലെ ചെയ്തു. പക്ഷേ പിന്നീട് വീണു. ഇജുകൂല. പിന്നെ വീണു. വിചരിച്ച മനുഷ്യനെ പോലീസ് പിടിച്ചില്ല. വന്നിട്ട് പറഞ്ഞു, ഞാൻ വിചരിച്ചിട്ടുണ്ട്. നബി ഇനിയിപ്പോൾ ജനങ്ങൾക്ക് ക്ലാസ് എടുക്കല്ല, എൻ്റെ കരുത്ത് തീരുമാനം ഉണ്ടാക്കി. ഞാൻ വ്യഭിചരിച്ചു വരിക നബി. എനിക്കെന്താ പിരാണ്ടോ? പിരാണ്ടില്ല, ഞാൻ വ്യഭിചരിച്ചു വരികയാണ്. അപ്പോൾ ഒരാൾ എണീച്ചു. ആ സദസ്സ് എണീറ്റിട്ട് മാഇസിന്റെ വായൻ്റെ അടുത്ത് മൂക്ക് വെച്ചു. അൽഹുവശാരിബുൽ ഹംരി, കള്ളു കുടിച്ചു വരികയാണെന്നറിയാം. ഒരാൾ സദസ്സിൽ വന്ന് പറയാം, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഫർജിംനി, ഇപ്പോൾ എന്നെ എറിഞ്ഞൊല്ലണം. എന്നിട്ട് മതി ഇനി അടുത്ത ക്ലാസ്. പിന്നെയും ആൾ പറഞ്ഞുകൊണ്ടേ. ഒരാൾ എണീറ്റ് വന്ന് നോക്കി, അയാൾ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇല്ല. മാഇസ് കള്ളൊന്നും കുടിച്ചിട്ടില്ല. പിന്നെ നബി അന്വേഷിച്ചു. പറഞ്ഞേ ശരിയാ, എറിഞ്ഞു വന്നു. എറിഞ്ഞിട്ടാണ്. ഇന്നിപ്പോൾ നമ്മൾ വാദിക്കുക, എറിഞ്ഞു കൊല്ലുക എന്നൊരു ക്രൂരതയാണ്. ഈ വ്യക്തി തന്നെ വന്ന് പറഞ്ഞു എന്നെ എറിഞ്ഞു കൊല്ലണം. എറിയുന്ന കൂട്ടത്തിൽ ഒരാൾ ചെരുപ്പെടുത്തെറിഞ്ഞു. യാ ഖബീസൽ മദീന, മദീന വൃത്തികേടാക്കിയോനെ, വ്യഭിചരിച്ചോനെ. അപ്പോൾ ഒരാൾ നബിയിൽ, ആ സദസ്സിൽ നിന്ന്, ആ എറിഞ്ഞു കൊല്ലുന്ന കൂട്ടത്തിൽ നിന്ന് ഒരാൾ നബിയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ മാഇസിനെ ചെരുപ്പുകൊണ്ട് എറിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ റസൂലുള്ള ആ ആളുകളെ വിളിക്കാൻ കൽപ്പിച്ചു. അവർ നബിയുടെ മുന്നിൽ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ മഅസിനറിയും, എൻ്റെ മഅസ് ചെയ്ത തൗബ മദീനയിലേക്ക് ഇറക്കി വെച്ചാൽ മദീനക്കാർക്ക് ലോകാവസാനം വരെ വേറൊരു തൗബയുടെ ആവശ്യമുണ്ടാവില്ല. അതാണ് എൻ്റെ മഅസ്. നിങ്ങളെ മുന്നിൽ എൻ്റെ മഅസ് നിങ്ങൾ എറിഞ്ഞപ്പോൾ വീണില്ലേ, അപ്പോൾ മഅസ് സ്വർഗത്തിൻ്റെ ഒരു പൂന്തോപ്പിൽ വിശ്രമിച്ച് കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. ആദം മറന്നിട്ടുണ്ടെങ്കിൽ മക്കളും മറക്കും. അത് മനുഷ്യൻ്റെ ദോഷമല്ല, അത് മനുഷ്യൻ്റെ നെഗറ്റീവ് അല്ല. മനസ്സിലായില്ല? ആദം നബി മറന്നിട്ടുണ്ടെങ്കിൽ പറ, മക്കൾ ഓർക്കും. നമ്മൾ തലിക്കെട്ടമാർ തലിക്കെട്ടി തന്നെ നടക്കും, ഈ മണ്ടാവില്ല. തളിയിലോ തളിണ്ടോ അതിന് നടക്കും. സുന്നത്ത് അങ്ങനത്തെ പാമ്പുക്ക് ഒരു പള്ളി പോയും. പക്ഷേയോ വിശ്വസിക്കാനേ പറ്റൂല. എന്തേ? മഅസ് നബിയിൽ ലയിച്ചിട്ട് നബി മുളച്ചതാ. മഅസ് തെറ്റിയതാലും മഅസ് സ്വർഗാവകാശിയാ, അള്ളാഹിൻ്റെ പൊരുത്തത്തില. എന്തേ? മഅസിൽ നബി മുളച്ചതാ, മുഹമ്മദ് മുസ്തഫ. നമ്മളെല്ലാ സുന്നത്തെടുത്താലും നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമ്മൾ അമുക്കാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. ഇത് മാത്രമേ ഉള്ളൂ ഈ തലയെ കിട്ടുന്ന അടി. ചിന്തിക്കണം ചിന്തിക്കണം ചിന്തിക്കണം. ഒരു മാസത്തിലെങ്കിലും എന്നോടൊരാൾ പറയാറുണ്ട്, ഇന്ന ആളിൻ്റെ സ്ഥലത്ത് ഒരു സ്വാലിഹായ ഒരു മനുഷ്യനുണ്ട്, അയാൾക്ക് ദുആക്ക് ഇജാബത്തുണ്ടാകും എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരാൾ ആരെങ്കിലും എന്നോട് ഞാൻ കേൾക്കാറുണ്ട്. അപ്പം ഞാൻ അയാൾ ചോദിക്കും അയാൾ പറ്റി. അപ്പോൾ പറയും, തനി നാടനാണ്, തനി നാടൻ. ഇന്നാലിന്ന നാട്ടിൽ ഒരു മൊലിയരുണ്ട്, അയാൾക്ക് ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് പറയുന്നത് ഈ അടുത്ത കൊല്ലങ്ങളിൽ ഞാൻ കേട്ടിട്ടില്ല. ഇനി അതുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്തൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ അതിനൊക്കെ കാരണങ്ങളുണ്ട്. എന്താ കാരണം? കാരണം നാടൻ നന്നാവുന്നത് അവൻ നാശമാണ് എന്ന ബോധത്തിൽ നിന്നാണ്. മൂല്യർ ഒരിക്കലും നന്നാവില്ല. മൂല്യരെ ധാരണ ഞാൻ നല്ലോണാണ് എന്നാണ്. ഒരു നന്നാവില്ല. അവിടുന്ന് ആരോന്ന് വിളിച്ച് നമ്മൾ വലാലി മൊബൈലിൽ എത്തിയിടന്നില്ല. ആയത്തെന്തിനെ അവിടെ പറഞ്ഞു എന്ന് ഞാൻ ഇടക്കിടക്ക് ആലോചിക്കാറുണ്ട്. അവർ നേരത്തെ മോശപ്പെട്ടവരാണെങ്കിലും ഇപ്പോൾ നബി അവരെ ശുദ്ധീകരിച്ചു. എന്തുകൊണ്ട്? അവർ മോശപ്പെട്ടവരായിരുന്നു, ശുദ്ധീകരിച്ചു. നമ്മളൊക്കെയോ നമ്മളെ തലയെക്കെട്ടിൻ്റെ വലിപ്പം കണ്ടാൽ നമ്മളൊരാൾ നന്നാക്കൂല. നമ്മളല്ലോനല്ലേ? അതിന് നന്നാകണം. ഇതും നാശമാണ്. നമ്മൾ നാശമില്ലല്ലോ, പിന്നെ നന്നാവാം. വളരെ 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 ചിന്തിക്കണം ചിന്തിക്കണം ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്ക് തല കൊടുത്ത്. എന്തേ? റമളാൻ നമ്മളിൽ ഒരു പരിവർത്തനം നടത്തിയില്ല. പരിവർത്തനത്തിന് വേണ്ടി നമ്മൾ റമളാൻ നോറ്റിട്ടുമില്ല. കഴിക്കുന്ന ഭക്ഷണത്തിൽ വ്യത്യാസമുണ്ടായി, കൊടുക്കുന്ന പാനീയത്തിൽ വ്യത്യാസമുണ്ടായി, ഭക്ഷിക്കുന്ന സമയത്ത് വ്യത്യാസമുണ്ടായി, ഭാര്യയുമായി രമിക്കുന്ന സമയത്തിൽ വ്യത്യാസമുണ്ടായി, മനസ്സിൽ മാത്രം വ്യത്യാസം ഉണ്ടായില്ല. എന്തുകൊണ്ട്? മനസ്സ് നമുക്കുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല. അവർ നേരത്തെ വ്യക്തമായ വഴികേടിലായിരുന്നേലും അതാണ് അവരെ വിജയം. അതാണ് വിജയം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മനസ്സ് കൊടുക്കുക. മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറ്. അള്ളാഹു മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. നീ നിലപാട് നന്നാക്കണ്ടേ? നിലപാട് നന്നാക്കണം. ലോകം കണ്ട രണ്ട് പണക്കാരെ പറഞ്ഞുതരാം. രണ്ടാളും മുഅ്മിനീങ്ങളാണ്. അപ്പൊ പണം കൊണ്ട് മനുഷ്യൻ നാശാവില്ല. പണ്ടേ ബേജാറുണ്ട്. മഞ്ചേരി അങ്ങാടിയിൽ വലിയ കോടിക്കണക്ക് റുപ്യൻ്റെ ബിൽഡിംഗ് ഉണ്ട്. പേര് അതുകൊണ്ട് വന്ന് നാശാവില്ല, നന്നാവില്ല.
നമ്മളൊന്നും കാര്യമില്ല. കേരളം കണ്ട ഏറ്റവും വലിയ മുതലാളി റഹ്മത്തുള്ള ഖാസിമി ആകാം, അതുകൊണ്ട് നാശാവില്ല, നന്നാവില്ല. ഖാസിമി കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറി, നന്നാവോ? ഇല്ല. നാശാവോ? ഇല്ല. ഇന്ന് വരെയുള്ള കോമൺ ഹിസ്റ്ററി രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ധനാഢ്യൻ മാൻസ മൂസയാണ്. അതിനേക്കാൾ വലിയൊരു ധനാഢ്യൻ ലോക ചരിത്രത്തിൽ കോമൺ ഹിസ്റ്ററിയിലില്ല. ഇല്ല. പിന്നെ ഒരാൾ സയ്യിദ് സുലൈമാനാണ്. ഉറക്കപ്പറ, സയ്യിദ് സുലൈമാൻ. 2 മുഅ്മിനീങ്ങൾ, ഒന്ന് നബി, ഒന്ന് നബി അല്ല. ചിന്തിക്കില്ലല്ലോ. ഈ ലോകം കണ്ട ഏറ്റവും വലിയ ലോകമടക്കി ഭരിച്ച ഏറ്റവും വലിയ ഒരു രാജാവ് സുലൈമാനുൽ ഖാനൂനിയാണ്. അയാളെക്കാൾ ലോകത്തിൻ്റെ വിസ്തൃതമായ ഒരു ലോകം ഏറെ അടക്കി ഭരിച്ച ഒരാളെ എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞ സുലൈമാനുൽ ഖാനൂനിയാണ്. അയാൾ മുഅ്മിനാണ്. മൻസമൂസയേക്കാൾ ഒരു പണക്കാരൻ ഇന്ന് വരെ ലോക ചരിത്രത്തിലില്ല. മാലിക്കാരനാണ്, ആഫ്രിക്കയിലെ മാലിക്കാരനാണ്. അദ്ദേഹം ഹജ്ജിന് പോയി വന്നപ്പോഴത്തിന് 1000 പള്ളികളുണ്ടായി. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ സ്വർണ്ണ നാണയങ്ങൾ ഉരുണ്ടതാണ്. എന്തുകൊണ്ട്? ഇഷ്ടം പോലെ സ്വർണം. അപ്പോൾ ഉരുട്ടി. മനസ്സിലായില്ല? ലോഹം കൂടുതൽ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പരത്തുക. ഉരുട്ടണമെങ്കിൽ കൂടുതൽ ലോഹം വേണം. അദ്ദേഹത്തിൻ്റെ ലോഹങ്ങളെല്ലാം ഉരുണ്ടതാണ്. എന്തുകൊണ്ട്? ആവശ്യത്തിനും അതിനപ്പുറം സ്വർണ്ണമുണ്ട്. ചിന്തിക്കണം. ചിന്തിക്ക്. ഹജ്ജിന് പോയി വന്നപ്പോഴത്തേന് 1000 പള്ളി ഉണ്ടായി. 1000 ഗ്രാമങ്ങളിൽ പള്ളി ഉണ്ടായി. വലിയ പള്ളി. പോയി തിരിച്ച് മാൻസമൂസ മാലിയിൽ തിരിച്ചെത്തിയപ്പോഴത്തിന് ലോകത്തെ ആദ്യത്തെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, മാലിക്കി മദ്ഹബിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മാൻസമൂസ ഉണ്ടാക്കിയതാണ്. അയാളെപ്പോലെ ഒരു പണക്കാരൻ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഞാനറിയില്ല. ചിന്തിക്കണം. അങ്ങനെ തന്നെ സുലൈമാൻ ഖാനൂനി ഹംഗറിയിൽ നിന്ന് മരിക്കണത്. ഇന്റേണൽ ഓർഗൻസ് എല്ലാം അവിടെ മറവ് ചെയ്തു. പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. 2 കബറ ഉള്ളിലുള്ള സാധനങ്ങൾ അവിടെ നിന്ന് കീറിയെടുത്തിട്ട് അവിടെ മറവ് ചെയ്തു. പിന്നെ കൊണ്ടുവന്നിട്ട് തുർക്കിയിൽ മറവ് ചെയ്തു. 2 കബറാണ് സുലൈമാനുൽ ഖാനൂനിക്ക്. സുലൈമാനുൽ ഖാനൂനിൻ്റെ വസിയത്താണ് എന്ത്? മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കൈ 2 വെളിവാക്കിന് പുറത്ത് കിടണം. അതാണ് അദ്ദേഹത്തിൻ്റെ അസിൽ. അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ട് വെറും കൈയോടെ വന്ന് വെറും കൈയോടെ പോവുകയാണെന്ന് ലോകം കണ്ടോട്ടെ. ഭയങ്കര നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യന്മാരല്ല. സിനിമാ ഖാനൂനി ഭയങ്കര ആളാണ്. എൻ്റെ ഉപ്പാനെ പോലെ ഇഷ്ടമാണ് അദ്ദേഹത്തെ, എൻ്റെ ഉടപ്പറപ്പിനെ പോലെ. കാരണം ആ ചരിത്രം കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അവരൊക്കെ അത്രയും വലിയ ചരിത്രം സുലൈമാനുൽ ഖാനൂനിയുടെ. ഈ ആളുകൾ 3 ആളെ ഞാൻ പറഞ്ഞല്ലോ. ഈ 3 ആളും മുഅ്മിന. പണം കിട്ടിയിട്ടും അധികാരം കിട്ടിയിട്ടും നശിക്കുകയാണെങ്കിൽ ഇവരൊക്കെ നശിക്കൂല. പണം കൊണ്ടൊരാൾ നശിക്കൂല, അധികാരം കൊണ്ടൊരാൾ നശിക്കൂല, നന്നാവൂല. നിലപാട് കൊണ്ടാണ് നന്നാവുന്നതോ നാശാവുന്നതോ. അവിടെ പഠിക്കണ്ടേ. പണം കൊണ്ട് നന്നാവൂല. വളരെ ചിന്തിക്ക് പഠിക്കണം. ഞാൻ ഈ പറയുന്നതൊക്കെ എഴുതി വെക്കണം. എന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതിനെ പറ്റി. ഒരാൾ പണം കൊണ്ട് നന്നാവില്ല, നാശാവില്ല. പണം കൊണ്ട് നാശാവാണെങ്കിൽ മാൻസമൂസ നാശമാവണം. അധികാരം കൊണ്ട് നാശമാവാണെങ്കിൽ സുലൈമാനുൽ ഖാനൂനി നാശമാവണം. ആളുകളാ മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഞാൻ ഒന്നുമില്ലാതെ പോവാണെന്ന് നാട്ടുകാർ കാണട്ടെ എന്ന് വിചാരിച്ച് മയ്യത്ത് കട്ടിലിൻ്റെ പുറത്തേക്ക് ഇടാൻ പറഞ്ഞു. കൈ അങ്ങനെയാ മയ്യത്തുണ്ടായത് സുലൈമാനുൽ ഖാനൂനിയെ. അപ്പൊ ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാരൻ മുഅ്മിനാണ്. ലോകം കണ്ട ഏറ്റവും വലിയ അധികാരി മുഅ്മിനാണ്. ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്തുകൊണ്ട്? നിലപാടാണ് വിഷയം. ഒരു നാട്ടിൽ ഖാദിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഗൾഫിൽ പോയി. എത്തിപ്പെട്ടത് കള്ളുണ്ടാക്കി വിൽക്കണ ഒരു റൂമിലാണ്. പിന്നെ മൂപ്പര് കള്ളുടിയനായി. ആ ആളെ എനിക്കറിയാം. നാട്ടിൽ ആരായിരുന്നു? ഖാദിയായിരുന്നു. ഗൾഫിൽ ആരായി?
കള്ളുടിയാനായി. കള്ളും കച്ചവടം ആര് പിടിച്ചിരുന്നോളി. ഉള്ള ഈ മനം പോകുമല്ലോ, അല്ല ഇയാളെ വാസന വന്നിട്ട് പോകൂടെ ചങ്ങായി. ചവിട്ടി നെളുക്കിയിട്ടില്ല അവലാക്കണം. ആക്രി കടക്കാരന് ഒരു പാത്രങ്ങൾ വിറ്റാൽ, ഒരു ഒട്ടപ്പെട്ട പാത്രം ആക്രി കടക്കാരന് വിറ്റാൽ നിങ്ങൾ വിറ്റ് പൈസ തരുന്നതോടുകൂടെ പിന്നെ ഓൻ്റെ അധികാരം, ഓനെന്നെ ചവിട്ട് ചെയ്യാം. ചവിട്ടി 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 പിന്നെ അതിനെ ഒരു ചാക്ക് മത്സ്യമുണ്ട് തളപ്പോണ കുടുക്ക തരാക്കിയിട്ട് ചവിട്ടി ഒരു കുടുക്ക പറഞ്ഞു, എന്നെ ചവിട്ടാൻ പറ്റൂല, ഞാൻ ബഹുമാനപ്പെട്ട കുടുക്കയാണ്. ഓനന്നാവില്ല. പിന്നെ ഓനെ കൊണ്ടുപോയിട്ട് പൂനെയിലെ വലിയ ഫാക്ടറിയിലേക്ക് വലിച്ചെറി. അവിടെ ചവിട്ടൽ മാത്രമല്ല, അവിടെ ഓനെ തീ കൊടുക്കും. 4 ദിവസം കഴിഞ്ഞാൽ 1-ാം നമ്പർ കുടുക്കിയായി തിരിച്ചു വരും. എന്തേ? ഓൻ ചവിട്ടിന് വിധേയനായി, ഓൻ കത്തലിന് ശിക്ഷയ്ക്ക് വിധേയനായി. ഇഞ്ഞോൻ നന്നാവും. നന്നായി ആദ്യം ചവിട്ടിട്ടി, പിന്നെ അവൻ അനുഭവിച്ചു ബന്ധു. ഇപ്പം നന്നായി. ഞാൻ ഒറിജിനൽ കുടിക്കാണ്. നിങ്ങൾ പഴയ അലുമിനിയ പാത്രങ്ങൾ പുതിയ പൈസക്ക് വാങ്ങും. ഇവരെന്നെ വാങ്ങും, ഇപ്പറക്കാർ വാങ്ങും അലുമിനിയ പാത്രം. എത്ര കിലോ വില? കിലോ 10 രൂപ. ഏയ് അങ്ങനെ പറയില്ലടാ. നിങ്ങൾ കൂട്ടിക്കൊണ്ട് 10 വേണമെങ്കിൽ അജുമേ നിങ്ങൾക്ക് സംഭാവന തന്നാൽ മതി, എനിക്കങ്ങനെ ആവശ്യമില്ല. അവസാനം 10 രൂപയും കൊടുത്തു. എന്തുകൂടെ ഈ മൂല കിടക്കണം, ഇവിടെ മൂല ഒഴിവാകുമല്ലോ. പിന്നെ ഓരത് 450-നും 500-നും തിരിച്ചു വാങ്ങും. എന്തേ? ഓനെ എന്ത് ചെയ്തു? ചവിട്ടി. അജ്ജുമാൻ്റെ കയ്യിൽ നിന്ന് ഓനെ പോണോടുകൂടെ ആക്രിക്കടക്കാരൻ ആദ്യം ചെയ്ത് ചവിട്ടാണ്. ഇപ്പം ഈ ചവിട്ട് കണ്ടാൽ അജ്ജുമ്മ നന്നാകാം. എന്തുകൊണ്ട്? അജ്ജുമ്മ 6-7 ഹജ്ജ് എടുക്കണമെങ്കിലും ഇപ്പോഴും അയൽവാസികൾക്ക് അവരെ കൊണ്ടുള്ള ശല്യം മാറിയിട്ടില്ല. എന്തുകൊണ്ട്? ഹജ്ജേ ചെയ്തിട്ടുള്ളൂ. എന്ത് നടന്നില്ല? ചവിട്ട് നടന്നില്ല. ചവിട്ട് കിട്ടണം. അജ്ജിനൊന്നും പോണ്ടില്ലേ, ചവിട്ടിട്ട് തന്നെ സ്വർഗത്തിലെത്തും. നമ്മൾ അജ്ജിനോ എന്തിനും പുറം കാട്ടി കൊടുക്കൂല, ചവിട്ടിനും പുറം കാട്ടി കൊടുക്കണം. ചവിട്ടണം, ചവിട്ട് കിട്ടണം, അല്ലാതെ നന്നാവില്ല. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നിലപാടല്ലാതെ ഒരു മനുഷ്യൻ നന്നാക്കൂല. നിലപാട് മാറ്റണം. ചിന്തിക്ക് വളരെ ഞാൻ നീട്ടുന്നില്ല. ഇതൊരു തുടക്കാണ്. ഞാൻ അല്ലാഹു ലത്തീഫും ബിഇബാദി ഷൂറയിലെ 19-20 ആയത്തിന് ആ വ്യാഖ്യാനം തീർന്നിട്ടില്ല. ഇടയ്ക്ക് നമ്മൾ നോമ്പിലേക്കൊന്ന് കയറിയത്. വളരെ വളരെ ചിന്തിക്കണം. നിൻ്റെ കോലല്ലേ മാറ്റണം, നിൻ്റെ ഉള്ളിലെ കോലം മാറ്റണം. നിൻ്റെ ഉള്ളിലെ കോലം മാറ്റണം. അങ്ങനെ എന്താ വേണ്ടത്? എന്നങ്ങനെ എന്താ വേണ്ടത്? നല്ലോരും നിസ്കരിക്കും, നല്ലവരല്ലാത്തവരും നിസ്കരിക്കും, നല്ലോരും നോമ്പ് കൊടുക്കും, നല്ലവരല്ലാത്തവരും നോമ്പ് കൊടുക്കും, നല്ലവർ സ്വതക്ക കൊടുക്കും, നല്ലവരല്ലാത്തവരും സ്വതക്ക കൊടുക്കും, നല്ലവർ ഹജ്ജിന് പോവും, നല്ലവരല്ലാത്തവരും ഹജ്ജിന് പോവും. അപ്പൊ ഹജ്ജ് കണ്ടു വിധിക്കണ്ട, നിസ്കാരം കണ്ടു വിധിക്കണ്ട. അപ്പോൾ വൈലുല്ലിൽ മുസല്ലി, നിസ്കരിച്ചവരിൽ വലിയൊരു ശതമാനത്തിന് നരകമാണ്. അപ്പൊ നിസ്കാരം കണ്ട് വിധിക്കാൻ പറ്റില്ല. നിസ്കാരം വിധിയുടെ മാനദണ്ഡമല്ല. നല്ലോരും നിസ്കരിക്കും, പറയാൻ നല്ലോരും നിസ്കരിക്കും, നല്ലവരല്ലാത്തവരും നിസ്കരിക്കും, നല്ലൊരു നോമ്പോൽക്കും, നല്ലവരല്ലാത്തവരും നോമ്പോൽക്കും, നല്ലൊരു സ്വതക്ക കൊടുക്കും, നല്ലവരല്ലാത്തവരും സ്വതക്ക കൊടുക്കും, നല്ലൊരു ദിക്റെല്ലും, നല്ലവരല്ലാത്തവർ നല്ലോണം ദിക്റെല്ലും, നല്ലവർ കുറച്ചേ ദിക്റല്ലോ, നല്ലവരല്ലാത്തവർക്ക് അടുത്തിരിക്കാൻ പറ്റില്ല. തുപ്പനം തെറിച്ചിട്ട് നാട്ടിൽ വിത്തിന് മുഴുവനും ഉണ്ടാക്കും. അടുത്തൊക്കെ ഇരുന്നാൽ നമ്മളങ്ങോട്ട് മഴ പെയ്യാൻ തോന്നും. അതുകൊണ്ടൊന്നും റാമത്തുള്ള വഞ്ചിതനാവൂല. ഊരൊക്കെ ചവിട്ടാണ് അവനെ വേണ്ടത്. കള്ളനാണ്. ചെകുത്താൻ വേദമോതും, നല്ലോനും വേദോടും. പറയാ ഈ 100 ഇരട്ടി കൂലിൻ്റെ മുമ്പ് ആലോചിച്ചാളാ. ആദ്യം നല്ലോൻ ഖുർആൻ ഓതിയാലാണ് 1-ന് 10 കൂലി. നല്ലോനല്ലാത്ത ഖുർആൻ ഓതിയാൽ 10 ചവിട്ടാണ്. ചെകുത്താനും വേദമോതും. വേദം എല്ലാവർക്കും ഓതാനാ. നല്ലവർക്കും ഓതും, നല്ലവർക്കും ആവും. പറട ചങ്ങായി, നല്ലോരും ഓടും, നല്ലോരല്ലാത്തവരും നല്ലോനോടും. മുഅ്മിനീങ്ങളെ പണി നിലപാടാണ്. അവൻ്റെ നിലപാട് അതാണ് അവൻ്റെ ഈമാൻ.
ഒന്ന് സ്കരിക്കും, ഒന്നോ പോൽക്കും ഒക്കെ ചെയ്യും. പക്ഷെ നിലപാടവനെ അടിസ്ഥാനം മനസ്സിലായില്ലേ? ചിന്തിക്കും. എന്തിൽ പറയണ്ടേ? വളരെ വളരെ ചിന്തിക്കും. നോമ്പ് കഴിഞ്ഞു, നമ്മൾ നന്നായില്ല. എന്തേ? നിലപാടില്ല. നമ്മൾ തെറാവീനെ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ വന്നവരാണ്. ഞാനത് ഇഷ്ടമില്ല. നമ്മൾ തറാവിയോട് സ്വർഗത്തിൽ പോകണം. അവസാനം നമ്മൾ ഇറങ്ങി കൊടുത്ത സദക്കല്ലേ